നമസ്കാരം. ഗുരുവായൂർ ഏകാദശി എന്ന് കേൾക്കാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. എന്താണ് ഗുരുവായൂർ ഏകാദശി എന്നും എങ്ങനെയാണ് ഏകാദശി വ്രതം ആചരിക്കേണ്ടതെന്നും അറിയാത്തവരായി ചുരുക്കം ചിലരെങ്കിലും ഉണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിലൊന്നാണ് വൃശ്ചിക മാസത്തിൽ ആചരിച്ചു പോരുന്ന ഗുരുവായൂർ ഏകാദശി. ഇത് വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി ദിവസമാണ് ആചരിച്ചു വരുന്നത്. ഇത് ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായാണ് കണക്കാക്കുന്നത്. വൈകുണ്ഠനാഥനാൽ നിർമ്മിക്കപ്പെട്ടതും ബ്രഹ്മാവ്, സുതപസ്, കശ്യപൻ, വസുദേവർ എന്നിങ്ങനെയുള്ളവർ പൂജ ഏറ്റുവാങ്ങിയതുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഷ്ണു വിഗ്രഹം. അത് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് വൃശ്ചിക മാസത്തിലെ ഈ വെളുത്ത ഏകാദശി നാളിലാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തേർത്തട്ടിൽ തളർന്ന് വിഷണ്ണനായിരുന്ന അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസമാണെന്ന് മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. അതിനാൽ ഇതിനെ ഗീതാദിനമായും ആചരിക്കപ്പെടുന്നു. കേരളത്തിൽ സ്വന്തമായി ഏകാദശി ആഘോഷങ്ങളുള്ള അപൂർവം കൃഷ്ണക്ഷേത്രങ്ങൾ, അതായത് വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ്, വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസത്തിൽ വൃശ്ചിക ഏകാദശി ദിവസം മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലങ്ങൾ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇതേ ദിവസം തന്നെ സർവ്വ ദേവീദേവന്മാരും വിഷ്ണുവിനെ ദർശിക്കാൻ എഴുന്നള്ളുമെന്നും വിശ്വസിക്കുന്നു. ഈ ദിവസം ക്ഷേത്രദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരു പുണ്യമായാണ് വിശ്വാസികൾ കരുതുന്നത്. അതിനോടൊപ്പം തന്നെ ഏകാദശി വ്രതമെടുക്കുന്ന വിശ്വാസികളും ഉണ്ട്. ആഹാരമൊന്നും കഴിക്കാതെയാണ് സാധാരണയായി വിശ്വാസികൾ ഏകാദശി വ്രതമെടുക്കുന്നത്. പക്ഷേ എല്ലാ വ്രതങ്ങളെപ്പോലെയും ശാരീരിക അസ്വസ്ഥതകളുള്ളവർ അരിയാഹാരം മാത്രം ഒഴിവാക്കി വ്രതമെടുക്കാം. ഏകാദശി വ്രതം എടുത്താൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടമെന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഈ ലോകത്തിൽ മാത്രമല്ല, മരണാനന്തര ലോകത്തിലും ഇതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് ഹിന്ദു വിശ്വാസത്തിൽ പറയുന്നത്. സാമ്പത്തിക നേട്ടം, ഐശ്വര്യം, മനഃശാന്തി, രോഗശാന്തി എന്നിവ ഏകാദശി വ്രതത്തിൻ്റെ മറ്റു ഫലങ്ങളാണത്രേ. ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ വിഷ്ണുപ്രീതിയും അതിലൂടെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ഗുരുവായൂരിൽ ഏകാദശി നാളിലെ നിർമ്മാല്യ ദർശനം അതിവിശേഷകരമായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഏകാദശി കാലത്ത് നടത്തിവരുന്ന വിശേഷാൽ ചടങ്ങാണ് ചെമ്പൈ സംഗീതോത്സവം. കർണാടക സംഗീതാചാര്യനും ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനുമായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഓർമ്മയ്ക്കായാണ് ഈ സംഗീതോത്സവം നടത്തിവരുന്നത്. വളരെ വിശേഷപ്പെട്ട ഗുരുവായൂർ ഏകാദശി ഈ വർഷം 2024 ഡിസംബർ 11 ബുധനാഴ്ചയാണ്. എല്ലാവർക്കും ഏകാദശി ആശംസകൾ.